ഞാൻ ഇങ്ങനെയാട്ടോ ചോറ് വെക്കാറ്. അരി നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചോളം വേവിച്ചെടുക്കുക. വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ കലത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടി ആ ചൂടനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചോറ് എന്തോ ഒരു വഴുവഴുപ്പുണ്ടാവും. അങ്ങനെ അത് നന്നായിട്ട് കയ്യിലൊക്കെ വെച്ച് ഇളക്കി ഊറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ അടുക്കളയിലെ രാവിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതിലപ്പുറം ആവാറുണ്ട്. ഇന്നിപ്പോൾ അധികം പണികളില്ലാത്ത പോലെ തോന്നി. കാരണം തലേന്ന് ഞാനിതുപോലെ വെണ്ടയ്ക്ക് കരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാവുമല്ലോ ജോലികളൊക്കെ. അല്ലെങ്കിൽ ഇതിനൊക്കെ കുറേ ടൈം വേണ്ടി വരും. പിന്നെ പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ്. ഇത് തലേന്നത്തെ 2 കറികളാട്ടോ. ചൂടാക്കി കഴിക്കാനാണ്. പുറത്ത് നല്ല മഴയാട്ടോ. കണ്ടോ മഴ കേട്ടോ. പരിപ്പ് അധികം പരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഉലർത്താനും ബാക്കി നമുക്ക് കറിയാക്കാനും വേണ്ടിയിട്ടോ. ഇപ്പോൾ ഏതാണ്ട് 1 മണിയായിട്ടുണ്ട് സമയം. ഉച്ചക്ക് 1 മണിയായിട്ടുണ്ട് കേട്ടോ സമയം. കണ്ടോ. ഇനി വീട്ടുപണികളൊക്കെ ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികളൊക്കെ എടുക്കാൻ കേട്ടോ. അങ്ങനെ കറികളൊക്കെ റെഡിയായി. ചോറ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഇന്നലത്തെ കറിയൊക്കെ കൂടി ആയപ്പോൾ അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയുടെ അവസ്ഥാഗതി ഇതാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒതുക്കി പെറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സമാധാനമായി. നമുക്ക് ഈ അടുക്കള മെനയായി കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസമല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.